സുധാകരൻ കാണിച്ചത് ഏകത്തരമാണെന്ന് സിഎം പറഞ്ഞിരുന്നു. അത് സിഎം അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് വലിയ വിമർശനം ഉയർന്നു. അതോടൊപ്പം ഈ സുധാകരൻ തന്നെ എന്റെ മാതാപിതാക്കളുടെ പേര് സിഎമ്മിന് മാറ്റി വിളിക്കാൻ എന്നാണ് വാക്കുകൾ രീതി ഒരുക്കുകയും ചെയ്തു. ഞാൻ സുധാകരനെ ചെറ്റായെന്ന് വിളിക്കണം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല. അതാണ് ഇതിൻ്റെ എല്ലാം ഭാഗം കേട്ടോ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതെന്താ, ചെറ്റത്തരമാണ്, രാഷ്ട്രീയ ചെറ്റത്തരം. ഈ ചെറ്റത്തരം എന്ന വാക്ക് എപ്പോഴാണ് ഇത്രമാത്രം അശ്ലീലമായി മാറിയത്, അല്ലെങ്കിൽ അൺപാർലമെൻ്ററി ആയത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാചകമുണ്ട്, നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടാവും, കേരളത്തിലാകെ പറഞ്ഞിട്ടുണ്ടാവും. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങളെല്ലാവരും ചെറ്റകളാണ് അതിൻ്റെ അർത്ഥം. ഞങ്ങളെപ്പറ്റി പറയുമ്പോൾ പറയുന്നതാണ് ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. എത്രയോ കാലമായി, ദശാബ്ദങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വാചകമാണത് കേരളത്തിലെ പൊതുവേദികൾ. സാധാരണ പറയുന്നില്ലേ, ചെറ്റത്തരം കാണിച്ച ചെറ്റത്തരം പറയില്ലേ, അതല്ലേ ഉണ്ടായത്. അതിൻ്റെ അർത്ഥം അയാളെ ചെറ്റാന്ന് വിളിച്ചു എന്നാണ്, അയാളുടെ പേര് മാറ്റി വിളിച്ചു എന്നാണ്. അയാളെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അങ്ങനെ പേരെടുത്തുകൊണ്ട് ആക്ഷേപിക്കുന്നതേ ഉണ്ടായി. പക്ഷെ നിലപാടുകളുടെ വഞ്ചനയില്ലേ, വഞ്ചന കാണിച്ചു എന്ന് പറയുമ്പോൾ, വഞ്ചകൻ, വർഗവഞ്ചകൻ എന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അതൊക്കെ നിലപാടുകളുടെ ഭാഗമായി പറയുന്ന കാര്യമല്ലേ, സ്വാഭാവികമായിട്ട് പറയില്ലേ. അത്രയും അതിനെ കാണേണ്ടതുണ്ട്. പ്രതിപക്ഷമല്ല, മലയാള മനോരമക്ക് വലിയ താല്പര്യം അതിന്. മലയാള മനോരമയാണ് അത്. മലയാള മനോരമയാണല്ലോ ഇതിനു വേണ്ടിയുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുക. അത് ഏറ്റെടുത്തുകൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരാണല്ലോ നമ്മുടെ പ്രതിപക്ഷത്തുള്ളത്. അതിൻ്റെ ഭാഗമായി മലയാള മനോരമ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതെന്തോ പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണത്. അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിൽ അങ്ങനെ പറയാത്തൊരു വാചകമാണോ അത്? ആവർത്തിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. മലയാള മനോരമക്ക് UDFനെ വലിയ തോതിൽ സഹായിക്കണമെന്നുണ്ടാവും. പക്ഷേ നാട്ടുകാർ നിങ്ങളെ കൂടെ വേണ്ടേ? എന്തിനാണ് നിങ്ങളതിന് വേവലാതിപ്പെടുന്നു? അതിന് പിണറായി വിജയൻ്റെ നാക്ക് വളരെ മോശമായി പോയിരിക്കുന്നു എന്ന് ചിത്രീകരിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല.